കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണ് വേണം അണയാത്ത കണ്ണ് എന്ന് നമുക്ക് ചുറ്റും കൂടി വരുന്ന ആക്രമണ വാസനകളെ കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കൂടി ആയിരിക്കണം കവി അന്ന് അങ്ങനെ പാടിയത്. നമ്മൾ ആക്രമണകാരികളാകുന്നത് തലച്ചോറിലെ 3 ഹോർമോണുകളും 3 ഭാഗങ്ങളുടെയും നിയന്ത്രണത്തിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടാണ്. ഈ ഹോർമോണുകൾ സെറട്ടോണിൻ, ഡോപ്പമിൻ, അഡ്രിനാലിൻ എന്നിവയും 3 ഭാഗങ്ങൾ അമഗ്ഡല, ഹൈപ്പോതലാമസ്, പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നിവയുമാണ്. സെറട്ടോണിന്റെ കുറവ് വരുമ്പോഴും ഡോപ്പമിൻ കൂടുമ്പോഴും അഡ്രിനാലിൻ കൂടുമ്പോഴും കൂടുതൽ ആക്രമണവാസന ഉണ്ടാവുകയും ഇത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിനെയും അമഗ്ഡലയെയും ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് ആളുകൾ കൂടുതൽ ആക്രമണത്തിലേക്ക് വഴിമാറി പോകുന്നത്. നമ്മുടെ ദേഷ്യം നിയന്ത്രിക്കണമെങ്കിൽ അമഗ്ഡലയെ ഉത്തേജിപ്പിക്കുകയും പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിനെ കൂടുതൽ ആക്ടിവേറ്റ് ആക്കുകയും വേണം. തിങ്ക് ബിഫോർ ആക്ട്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ 5 മിനിറ്റ് ചിന്തിക്കാൻ സമയം മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. ആ ചിന്തിക്കുന്ന സമയത്ത് അമഗ്ഡല കൂടുതൽ ഉത്തേജിപ്പിക്കപ്പെടുകയും പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് കൂടുതൽ ആക്ടിവേറ്റ് ആവുകയും ചെയ്യും. നമ്മൾ കൂടുതൽ സംയമനത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ ഡീപ്പ് ബ്രീത്തിങ് എടുക്കുന്നത് ദേഷ്യം വരുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ അമഗ്ഡലയെ കൂടുതൽ ഉത്തേജിപ്പിക്കപ്പെടുന്നുണ്ട്. ദേഷ്യം നിയന്ത്രിക്കുകയാണെങ്കിൽ കൊലപാതകങ്ങളിലേക്ക് വരെ നീണ്ടുപോകുന്ന അപകടാവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും.